ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2263. ഇന്ന് മാർച്ച് മാസം 12-ാം തീയതി. ഈ ആണ്ടിലെ 71-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 25-ാം ദിനം. ഏതൊരു ഇടപെടലിനു മുമ്പ് യേശു ആവശ്യപ്പെടുന്നുണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച്. തനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോന്നാണ് അന്വേഷിക്കുന്നത്. അവരുടെ അവിശ്വാസം നിമിത്തം യേശു അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല, ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സുവിശേഷം പലയിടത്തും ആവർത്തിക്കുന്നുണ്ട്. അവിശ്വാസം സത്യത്തിൽ ദൈവത്തെ പോലും നിസ്സഹായനാക്കും. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം വിശ്വാസമില്ലായ്മ തന്നെയാണെന്ന് യേശു പഠിപ്പിക്കുന്നില്ലേ? തങ്ങളുടെ അടുത്തു കൊണ്ടുവന്ന ഒരു രോഗിയെ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയാതെ പോയത് എന്ന് ശിഷ്യന്മാരുടെ ഒരു ആകുലതയ്ക്ക് യേശു അങ്ങനെയാണ് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. വിശ്വാസത്തിന്റെ മാറ്റി തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് ഓരോ വിശ്വാസിക്കും. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ വിശ്വാസിയും തൻ്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെ മാറ്റ് തെളിയിക്കേണ്ടത്. അത് പ്രാർത്ഥനയും കാത്തിരിപ്പും സമർപ്പണവുമാണ്. 3 കാര്യങ്ങൾ. അതിലാദ്യത്തേത് പ്രാർത്ഥന. ഏത് പ്രശ്നത്തിനും പരിഹാരം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. ആ ഒരു ഉറപ്പാണ്. അവിടുത്തെ ഇടപെടലിനു വേണ്ടി, അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടി ക്ഷണിക്കുക. ആരൊക്കെ അതിന് തയ്യാറായിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ഒരിക്കലും നിശബ്ദനായിരിക്കുന്നില്ല. പക്ഷെ ഓർക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന വിധം ആയിരിക്കണമെന്നില്ല ദൈവത്തിന്റെ ഇടപെടൽ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമുക്ക് നല്ലതെന്ന് ദൈവം തന്നെ നിശ്ചയിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടുന്ന് അനുവദിച്ചു തരിക. അത് നമ്മൾ ഒന്നുകൂടി അറിഞ്ഞ് ഉള്ളിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. നല്ലതല്ലാത്ത നമ്മുടേതായ കാഴ്ചപ്പാടിലും വിലയിരുത്തലിലും നല്ലതല്ലാത്ത ചില അനുഭവങ്ങളിൽ നമ്മളിങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ ഉയർത്താതെ ശാന്തമായി പ്രാർത്ഥിച്ചിരിക്കാനായിട്ട് എത്ര ആളുകൾക്ക് കഴിയും? ഒരു നോമ്പുകാലം ശരിക്കും നമ്മളുടെ ഉള്ളിലെ വിശ്വാസത്തെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കേണ്ട, കുറച്ചും കൂടി ക്ലാരിറ്റി ആ വിശ്വാസത്തിന് കൊടുക്കേണ്ട കാലമാണ്. ആ വിശ്വാസത്തിന്റെ ഒരു വ്യക്തതയ്ക്ക് എന്തുമാത്രം പ്രാർത്ഥന എന്ന ഒരു ഭാഗം ആവശ്യമാണ്. കുറച്ചും കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടിയും സകലർക്ക് വേണ്ടിയും. ആമേൻ.